ഹലോ കുട്ടികളെ, വെൽക്കം ബാക്ക് ടു ക്ലിക്ക്. അപ്പൊ നാളെ കഴിഞ്ഞ് മറ്റന്നാൾ, അതായത് ഒക്ടോബർ 30 നമ്മൾ എല്ലാവരും കാത്തിരുന്ന കേരള PSCയുടെ അസിസ്റ്റന്റ് ഡയറക്ടർ ഇൻ ഇൻഡസ്ട്രീസ് ആൻഡ് കൊമേഴ്സ് ഡിപ്പാർട്ട്മെന്റ് തസ്തികയിലേക്കുള്ള പരീക്ഷയായി. എന്തായി നിങ്ങളുടെ തയ്യാറെടുപ്പൊക്കെ? കഴിഞ്ഞായിരുന്നോ? റിവിഷനൊക്കെ തുടങ്ങിയോ? ഇനി ഒറ്റ ദിവസമേ നമ്മുടെ പക്കലുള്ളൂ. നമ്മുടെ ചാനലിൽ തന്നെ ഫിസിക്സ്, കെമിസ്ട്രി, അതുപോലെ തന്നെ ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ, ഈ 3 സബ്ജക്ട്സിന്റെയും വീഡിയോസ് എൻറ്റയർ സിലബസിലെയും ബേസിക്സ് കംപ്ലീറ്റ് ചെയ്തുകൊണ്ട് ചുരുങ്ങിയ സമയത്തിൽ ഒരാൾക്ക് പ്രിപ്പയർ ചെയ്യാവുന്ന രീതിയിൽ നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. കുറച്ച് കൂട്ടുകാരൊക്കെ അത് കണ്ടിട്ടുണ്ടെന്ന് എനിക്കറിയാം. അതുകൂടാതെ നമ്മുടെ ചാനലിൽ തന്നെ നമ്മൾ ഫിസിക്സിന്റെയും കെമിസ്ട്രിയുടെയും ക്വിസുകൾ MCQ മോഡലില് ഷോർട്സ് ആയും അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ക്വസ്റ്റ്യൻസും പ്രാക്ടീസ് ചെയ്ത് കാണുമെന്ന് വിചാരിക്കുന്നു. ഇതിനെല്ലാം അപ്പുറം നമ്മുടെ കുറച്ച് സ്റ്റഡി മെറ്റീരിയൽസ് ഉണ്ടായിരുന്നു, ഫിസിക്സിന്റെയും കെമിസ്ട്രിയും ബിസിനസ് അഡ്മിനിസ്ട്രേഷന്റെയും. കൂടാതെ MCQസും ഉണ്ടായിരുന്നു. ഫിസിക്സും കെമിസ്ട്രിയും, ഫിസിക്സ് ഒരു 200-ലധികം ക്വസ്റ്റ്യൻസും കെമിസ്ട്രി അറൌണ്ട് 1000 ക്വസ്റ്റ്യൻസും, അതും സിലബസിലെ കണ്ടന്റ്സ് മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടുള്ളതായിരുന്നു. അതുപോലെ തന്നെ മാത്സ് ക്ലാസ് നമുക്ക് ഇതിനകത്ത് റെക്കോർഡഡ് ക്ലാസ് ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് ചില സാങ്കേതിക തടസ്സങ്ങളും അതുപോലെ തന്നെ പേഴ്സണൽ ആയിട്ടുള്ള റീസൺസ് കൊണ്ടും എനിക്ക് സാധിച്ചില്ല. അപ്പം അതിന് പകരം ഇന്നലെ മുതൽ നമ്മൾ മാത്സിന്റെ ഒരു ചീറ്റ് ഷീറ്റ് അവൈലബിൾ ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് കിട്ടാനുള്ള കോണ്ടാക്ട്സ് ഡീറ്റെയിൽസും മറ്റും കാര്യങ്ങളും ഒക്കെ നമ്മൾ ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇനിയും അത് വേണം എന്നുള്ളവർ, ഒരു ദിവസമാണ് നമ്മുടെ കയ്യിലുള്ളത്, ഒറ്റ ദിവസം കൊണ്ട് എല്ലാ സബ്ജക്റ്റും റിവിഷൻ ചെയ്യാനായിട്ട് സാധിക്കുമോ? സാധിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത്. അത്തരത്തിലാണ് നമ്മൾ നമ്മുടെ മെറ്റീരിയൽസ് എല്ലാം തയ്യാറാക്കിയിട്ടുള്ളത്. ഒരുവിധം സബ്ജക്റ്റ് ഒക്കെ കവർ ചെയ്ത് കഴിഞ്ഞു. ഇനി ഒരു റിവിഷൻ മാത്രമാണ് നിങ്ങൾക്ക് അവശേഷിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് അത്തരത്തിലുള്ള റിവിഷൻ ചെയ്യാവുന്ന രീതിയിലുള്ള ഒരു മെറ്റീരിയൽ വേണമെന്നുണ്ടെങ്കിൽ ചാനലിലെ ഡീറ്റെയിൽസ് നോക്കി കോണ്ടാക്ട് ചെയ്യാവുന്നതാണ്. ഇനി ഒരൊറ്റ ദിവസമുണ്ട്. എക്സാമിന് പോകുമ്പോൾ നമ്മൾ ഇനി എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, അതുപോലെ തന്നെ എന്തൊക്കെ നമുക്ക് എക്സാം ഹാളിലേക്ക് കൊണ്ടുപോകാം. അപ്പൊ നമ്മൾ ഹാൾ ടിക്കറ്റ് ഓൾറെഡി അവൈലബിൾ ആയിരുന്നു നമ്മുടെ PSCയുടെ ലോഗിനിൽ, തുളസിയുടെ ലോഗിനകത്ത്. അപ്പൊ നിങ്ങൾ എല്ലാവരും അത് ഡൗൺലോഡ് ചെയ്ത് കാണുമെന്ന് വിചാരിക്കുന്നു. എക്സാമിന് പോകുമ്പോൾ വാച്ച് ഒന്നും യൂസ് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പം കാൻഡിഡേറ്റ്സിന് വേണ്ടിയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് കൃത്യമായി നമ്മുടെ ഹാൾ ടിക്കറ്റിൽ കൊടുത്തിട്ടുണ്ട്. ആദ്യമായി കേരള PSC പരീക്ഷ എഴുതാൻ പോകുന്ന കുട്ടികൾ നല്ല രീതിയിൽ തന്നെ ആ ഇൻസ്ട്രക്ഷൻസ് എല്ലാം വായിച്ചു നോക്കണം. എപ്പോഴാണ് റിപ്പോർട്ടിങ്, അതുപോലെ തന്നെ എവിടെയാണ് നിങ്ങളുടെ എക്സാം സെന്റർ വരുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായി തന്നെ നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. എക്സാം ഹാളിൽ നിർബന്ധമായിട്ടും കൈവശം വെച്ചിരിക്കേണ്ട കാര്യങ്ങൾ, ഒന്ന് നിങ്ങളുടെ അഡ്മിറ്റ് കാർഡ്, പിന്നെ നിങ്ങളുടെ ഒറിജിനൽ ID പ്രൂഫ്. അത് ഏതൊക്കെ നിങ്ങൾക്ക് കൊണ്ടുപോകാമെന്നുള്ളത് നിങ്ങളുടെ അഡ്മിറ്റ് കാർഡിനകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അത് വായിച്ചു നോക്കി അതിലേതാണ് നിങ്ങൾ തിരഞ്ഞെടുക്കുന്നതെങ്കിൽ അത് നിങ്ങൾക്ക് കൈവശം വെക്കാവുന്നതാണ്. പ്ലസ് ബ്ലാക്ക് ഓർ ബ്ലൂ ബോൾ പോയിന്റ് പെന്ന് നമ്മൾ കൊണ്ടുപോകേണ്ടതുണ്ട്. അപ്പൊ നമ്മുടെ പെന്ന് നേരത്തെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എങ്കിലും അതിന്റെ പേരും ഫോട്ടോയും ഒക്കെ ചോദിച്ചിട്ട് ചില കുട്ടികൾ എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അവർക്ക് ഞാൻ ഡീറ്റെയിൽസ് അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇനിയും ആ ഡീറ്റെയിൽസ് അറിയാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഞാൻ പ്രിഫർ ചെയ്യുന്ന പെൻ എപ്പോഴും റോറിറ്റോയുടെ ഫൻഡാഫ്ലോ എന്ന് പറയുന്ന പെന്നാണ്. അത് ബ്ലാക്കിലും ബ്ലൂവിലും അവൈലബിൾ ആണ്. ബോൾ പോയിന്റ് പെൻസ് ആണ്. ഈസിലി നമുക്ക് OMR ഷീറ്റ്സിൽ ബബിള് ചെയ്യാനായിട്ട് സാധിക്കും. സർക്കിൾസ് ബബിള് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, പുറത്തു നിന്ന് അകത്തേക്ക് ബബിള് ചെയ്യുന്ന രീതിയിൽ ചെയ്താൽ പുറത്തേക്ക് മഷി പടരില്ല, അതായത് പുറത്തേക്ക് പോവില്ല, അതിനുള്ള ചാൻസ് കുറവാണ്. പെട്ടെന്ന് നമുക്ക് ബബിൾ ചെയ്ത് തീർക്കാനും സാധിക്കും. നമ്മുടെ അഡ്മിറ്റ് കാർഡിനകത്തുള്ള ഡീറ്റെയിൽസ് ഒന്നും ഞാൻ ഇനി കാര്യമായിട്ട് ഇവിടെ മെൻഷൻ ചെയ്യുന്നില്ല. നമുക്ക് ആൻസർ ചെയ്യുന്ന സമയത്തെ കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. ചിലർക്കെങ്കിലും അത് ഉപകാരപ്പെടും എന്ന് ഓർത്തുകൊണ്ടാണ് ഞാൻ അതിവിടെ പറയുന്നത്. ഇനിയുള്ള കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കണേ. അതായത് മിക്കവാറും ഇപ്പൊ PSCക്ക് അകത്ത് സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മുടെ അടുത്ത് ചോദിക്കുന്നത്. അതായത് നമുക്ക് 4 സ്റ്റേറ്റ്മെന്റ്സ് തന്നിട്ട് അതിനകത്തെ ഏതാണ് ശരിയായിട്ടുള്ളത്, ഏതാണ് അല്ലെങ്കിൽ തെറ്റായിട്ടുള്ളത് എന്ന്, അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ്. അപ്പൊ ഒരു സബ്ജക്റ്റിനെ സംബന്ധിച്ചിടത്തോളം പൂർണ്ണമായിട്ടും നല്ല രീതിയിൽ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ മാത്രമേ ഒരു പരീക്ഷ എഴുതുന്ന കുട്ടിക്ക് അത് അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അപ്പൊ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് ഡോണ്ട് ചൂസ് റാപ്പിഡ്ലി. അതായത്
നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻ തരുമ്പോൾ 1 2 3 4 സ്റ്റേറ്റ്മെന്റ്സ് തന്നിട്ടുണ്ടായിരിക്കും. അതിന് താഴെയായിട്ടാണ് ABCD. അതായത് ചിലപ്പോൾ ഈ തന്നിട്ടുള്ള സ്റ്റേറ്റ്മെന്റിലെ ഒറ്റ സ്റ്റേറ്റ്മെന്റ് മാത്രമേ കറക്റ്റ് ആയിട്ടുള്ളത് ഉണ്ടാവുള്ളൂ. ചിലപ്പോൾ 2 സ്റ്റേറ്റ്മെന്റ്സ് കറക്റ്റ് ആവും, ചിലപ്പോൾ 3 സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ടാവാം. അപ്പൊ നിങ്ങൾ ഇത് ക്വസ്റ്റ്യൻ കണ്ട ഉടനെ ഈ 4 സ്റ്റേറ്റ്മെന്റ്സ് വായിച്ച് ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ് എന്ന് തോന്നുമ്പോൾ നിങ്ങൾ പോയി ബബിൾ ചെയ്യരുത്. കാരണം താഴെ ABCD എന്ന് പറഞ്ഞ് 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ടായിരിക്കും. അതിനകത്തു നിന്ന് വേണ്ടി വരും നിങ്ങൾ ഇതിനകത്ത് റൈറ്റ് ഓപ്ഷൻ ഏതാണ്, റോങ് ഓപ്ഷൻ ഏതാണ് എന്നുള്ള ആൻസർ ചൂസ് ചെയ്യാനായിട്ട്. പിന്നെ അടുത്തത്, ഇൻ കേസ് നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യന്റെ ആൻസർ കൃത്യമായി അറിയില്ല, പക്ഷെ 1 2 കാര്യങ്ങൾ നിങ്ങൾക്ക് കൃത്യമായിട്ടും വ്യക്തമായിട്ടും അറിയാവുന്നതാണെങ്കിൽ ഈ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നമുക്ക് ചെയ്യാവുന്ന കാര്യം എന്താ പറയാ, അൺലൈക്ലി ആയിട്ടുള്ള ആൻസേഴ്സ് നമുക്ക് എലിമിനേറ്റ് ചെയ്ത് കളയാം. അങ്ങനെ ചെയ്യുന്നത് വഴി നമുക്ക് നാരോ ഡൗൺ ചെയ്യാനായിട്ട് പറ്റും. അതായത് റൈറ്റ് ആൻസർ നാരോ ഡൗൺ ചെയ്യുന്നത് വഴി നമുക്ക് റൈറ്റ് ആയിട്ടുള്ള ആൻസർ തന്നെ ചൂസ് ചെയ്യുന്നതിനുള്ള പ്രോബബിലിറ്റി കൂടും. പ്രോബബിലിറ്റി ഒരു ടോപ്പിക്കാണ് ഇത്തവണ മാത്സിലെ സിലബസിൽ. അപ്പൊ അത് പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് മനസ്സിലാവും. അപ്പൊ നാരോ ഡൗൺ ചെയ്തിട്ട് നമുക്ക് വേണമെങ്കിൽ ആൻസർ ചെയ്യാൻ പറ്റും. പിന്നെ അടുത്തൊരു കാര്യം, ഇത് സയന്റിഫിക്കലി പ്രൂവൺ ഒന്നും അല്ല, പക്ഷെ കണ്ടിന്യൂസ്ലി കോമ്പറ്റേറ്റീവ് എക്സാംസ് എഴുതുന്ന കുട്ടികൾക്ക് അറിയുമായിരിക്കും. ക്വാളിഫയേഴ്സ് ശ്രദ്ധിക്കാനായിട്ട് പറയും സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരുമ്പോൾ. എന്താണ് ഈ ക്വാളിഫയേഴ്സ്? അതായത് ഓൺലി, ഓൾവേസ്, നെവർ, ഓൾ ഇത്തരത്തിലുള്ള ടേംസ് വരികയാണെങ്കിൽ ഏതൊക്കെ? ഓൺലി, അല്ലെങ്കിൽ ഓൾവേസ്, നെവർ, ഓൾ. സാധാരണയായിട്ട് എന്താ പറയാ, മിക്കവാറും ഇത്തരത്തിലുള്ള എക്സ്ട്രീമിറ്റിനെയാണ് ഇതെല്ലാം കാണിക്കുന്നത്. ഇത് ഓൺലി, ഓൾവേസ്, നെവർ, ഓൾ എന്നൊക്കെ പറയുന്നത്. എക്സ്ട്രീമിറ്റി വരുന്ന ഓപ്ഷൻസ് നമ്മുടെ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസിൽ ഉണ്ടെങ്കിൽ മോസ്റ്റ് ഓഫ് ദ ടൈം ദ പോസിബിലിറ്റി ഈസ് ദാറ്റ് ഇറ്റ്സ് റോങ്. ആ ഓപ്ഷൻ ആൻസർ ആവാനുള്ള സാധ്യത ഉണ്ടാവാറില്ല. അപ്പൊ നിങ്ങൾ നാരോ ഡൗൺ ചെയ്ത് എന്തെങ്കിലും ചൂസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഉള്ള ഒരു ടിപ്പാണ് ഞാൻ ഈ പറഞ്ഞത് കേട്ടോ. അതുപോലെ തന്നെ മോസ്റ്റ്, അൺയൂഷ്വലി, അല്ലെങ്കിൽ സം, ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് വെച്ചാൽ എക്സ്ട്രീമിറ്റിനെ അല്ല കാണിക്കുന്നത്. അത്തരത്തിലുള്ള ആൻസേഴ്സ് മിക്കവാറും കറക്റ്റ് ആവാനുള്ള ചാൻസ് കൂടുതലാണ്. ഇതൊന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ കേട്ടോ. അപ്പൊ ക്വാളിഫയേഴ്സ് നോട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് വെച്ചാൽ നമുക്ക് ചിലപ്പോൾ ആൻസേഴ്സ് നമുക്ക് നാരോ ഡൗൺ ചെയ്തതിൽ നിന്ന് പിക്ക് ചെയ്യാനായിട്ട് ഈസിലി പറ്റും. വിട്ടുപോവാത്തൊരു കാര്യം, നമ്മൾ ബേസിക്സ് അല്ലെങ്കിൽ ഫണ്ടമെന്റൽസ് അറിയാമെങ്കിൽ അത് ആൻസേഴ്സ് ഗസ് ചെയ്യാനായിട്ട് നമ്മളെ സഹായിക്കും. നമ്മുടെ എല്ലാ മെറ്റീരിയൽസും തന്നെ അത്തരത്തിൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളത്. പിന്നെ റാൻഡം ഗസ്സിനേക്കാൾ എഡ്യൂക്കേറ്റഡ് ഗസ് ആയിരിക്കണം നിങ്ങൾ നടത്തുന്നത്. ചുമ്മാ 1 2 3 4 5 കുരുവികൾ ആ ലൈൻ ഗസ്സിങ് നടത്തരുത്. കുറച്ചൊന്ന് ആ ഒരു സെന്റൻസസ് വായിച്ച് ഓക്കെ ദിസ് മൈറ്റ് ബി കറക്റ്റ് ഓർ ദിസ് ക്യാൻ ഓൾസോ ബി കറക്റ്റ്, അങ്ങനെ ഒരു എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഗസ് നടത്താനായിട്ട് നമ്മൾ ശ്രമിക്കണം കേട്ടോ. വേറൊരു കാര്യം എന്ന് പറയുന്നത് എന്താ പറയാ, ആൻസേഴ്സിലെ പാറ്റേൺസ് അത് ഉണ്ടോ എന്നുള്ളത് ജസ്റ്റ് ചെക്ക് ചെയ്യാം. ഒരു കീ ടേം ഷെയർ ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു സിമിലാരിറ്റി എക്സിസ്റ്റ് ചെയ്യുന്ന 2 ഓപ്ഷൻസ് നമ്മുടെ ആൻസറിൽ ലിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അതിലൊന്ന് ആൻസർ ആവാനുള്ള ചാൻസ് ഉണ്ട്. ഞാൻ നാരോ ഡൗൺ ചെയ്യാനുള്ള ഒരു എളുപ്പവഴിയാണ് കേട്ടോ ഈ പറഞ്ഞത്. ഓപ്പോസിറ്റ് ആൻസേഴ്സ് വരുന്ന പാറ്റേൺസ് വരികയാണെങ്കിൽ അതിലൊന്ന് ആൻസർ ആവാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. പിന്നെ നമ്മള് കോമ്പറ്റേറ്റീവ് എക്സാംസ് എഴുതുമ്പോൾ എപ്പോഴും പറയുന്ന കാര്യമാണ്, എപ്പോഴും നിങ്ങളുടെ ഫസ്റ്റ് ഇൻസ്റ്റിങ്റ്റീവ് ഫോളോ ചെയ്യാന്നുള്ളത്. രണ്ടാമത് നിങ്ങൾ ഒന്നും കൂടിയും ഓവർ തിങ്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ, അത് നിങ്ങളിൽ പലർക്കും തന്നെ അത് അനുഭവം ഉണ്ടായിരിക്കും. ഫസ്റ്റ് ഇൻസ്റ്റിങ്ക്റ്റ് എന്താണോ അത് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ആൻസർ, ചൂസ് ചെയ്യുന്ന ആൻസർ പലപ്പോഴും ശരിയാവാറുണ്ട്. അപ്പൊ അതൊന്ന് മൈൻഡിൽ വെക്കുക. പിന്നെ എപ്പോഴും ഉള്ള മറ്റൊരു സംശയമാണ്, നമ്മൾ ഒരു ക്വസ്റ്റ്യൻ വായിച്ചു കഴിഞ്ഞ് അപ്പൊ തന്നെ നമ്മൾ അത് ആൻസർ ചെയ്യണോ അതോ എല്ലാം വായിച്ചു കഴിഞ്ഞതിന് ശേഷം ബബിൾ ചെയ്യാനായിട്ട് നമ്മൾ പ്രത്യേകിച്ച് അതിനായി മാത്രം ഇരിക്കണോ എന്നുള്ളത്.
ഞാൻ യൂഷ്വലി മിക്കവാറും കേസുകളിൽ എല്ലാ ക്വസ്റ്റ്യൻസും വായിച്ചു കഴിഞ്ഞ് ആൻസർ ചെയ്യാനുള്ള ഒരു പ്രൊവിഷൻ ഉണ്ടെങ്കിൽ അത് യൂട്ടിലൈസ് ചെയ്യുന്ന ഒരാളാണ്. കാരണം ചില സമയത്തെ MCQs അല്ലെങ്കിൽ കോമ്പറ്റേറ്റീവ് എക്സാംസ് എന്ന് പറഞ്ഞാൽ നമുക്ക് തിരിച്ച് പുറകിലേക്ക് പോയിട്ട് ആ ക്വസ്റ്റ്യൻസ് കാണാൻ പറ്റില്ല. അത് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ഒക്കെ ആണെങ്കിൽ. പക്ഷെ ഇതിനകത്ത് എന്ന് പറഞ്ഞാൽ നമുക്ക് എപ്പോൾ വേണമെങ്കിൽ ആൻസർ ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പം ഉള്ള ഒരു ഉപകാരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് മറ്റ് ക്വസ്റ്റ്യൻസിൽ ചിലപ്പോൾ നമുക്ക് വേണ്ട ആൻസേഴ്സ്, നേരത്തെ ഉള്ള ആൻസേഴ്സിന്റെ 2 പേജ് മറിച്ച് കഴിയുമ്പോൾ കാണുന്ന ക്വസ്റ്റ്യൻസിൽ ചിലപ്പോൾ നേരത്തെ 2 പേജ് മുന്നേ ഉള്ള ക്വസ്റ്റ്യൻസിൽ ക്ലൂസ് കിടപ്പുണ്ടായിരിക്കും. അങ്ങനെ ഈ അടുത്ത് ഒരു കമ്പ്യൂട്ടർ ഹാർഡ്വെയർ മെയിൻ്റനൻസ് ഇൻസ്ട്രക്ടറോ അങ്ങനെ എന്തോ ഒരു പേപ്പറിനകത്ത് ഞാനിങ്ങനെ കണ്ടായിരുന്നു കുറച്ച് ക്വസ്റ്റ്യൻസ്. അതായത് ഒരു 2 പേജ് മുന്നേ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്ന ക്വസ്റ്റ്യന്റെ ആൻസർ ആക്ച്വലി ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് അടുത്ത 2 പേജിനപ്പുറം കാണിച്ചിട്ടുണ്ടായിരുന്നു. സോ ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യുന്നത്, അത് എന്റെ പേഴ്സണൽ ആയിട്ടുള്ള അഭിപ്രായം മാത്രമാണ്, നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ, നിങ്ങൾ എങ്ങനെ വേണമെന്ന് നിങ്ങൾക്ക് ഡിസൈഡ് ചെയ്യാവുന്നതേ ഉള്ളൂ. ലാസ്റ്റ് ആണ് ഞാൻ ആൻസർ ചെയ്യാറുള്ളത്. ക്വസ്റ്റ്യൻ നോക്കി പിന്നെ അത് കറുപ്പിക്കാൻ പോയി തിരിച്ചു വന്ന് അടുത്ത ക്വസ്റ്റ്യൻ നോക്കി അങ്ങനെ ചെയ്യുന്നതിനൊക്കെ ഇത് നോക്കി അങ്ങനെ ലാസ്റ്റ് ചെയ്യുമ്പോൾ എനിക്ക് കുറച്ചും കൂടി അത് ഈസി ആയിട്ട് ഫ്ലെക്സിബിൾ ആയിട്ടൊക്കെ തോന്നുന്നുണ്ട്. ടൈം സേവിങ് ആയിട്ടും എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ടൈം മാനേജ്മെന്റ് ശ്രദ്ധിക്കണം. ഒരു ക്വസ്റ്റ്യനിൽ തന്നെ ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യരുത്. പലപ്പോഴും പല കുട്ടികൾക്കും പറ്റുന്ന പ്രശ്നമാണ്, മാത്സ് ആദ്യം ചെയ്യാനായിട്ട് ഇരിക്കും, ലാസ്റ്റ് മറ്റു ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാനായിട്ടുള്ള ടൈം കിട്ടില്ല. അത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. സോ നിങ്ങള് മാത്സിൽ അത്ര ബ്രില്യൻറ്റ് അല്ല, മാത്സിൽ ചിലപ്പോൾ നിങ്ങൾക്ക് സമയം ഇൻവെസ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരാം. ബ്രില്യൻ്റ് ആണെങ്കിൽ കൂടെയും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ തിയറട്ടിക്കൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വായിച്ചെത്തിച്ചതിന് ശേഷം മാത്സ് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി ബുദ്ധിപരമായിട്ടുള്ള ഒരു നീക്കം. ഓൾ ഓഫ് ദി എബവ്, നൺ ഓഫ് ദി എബവ് ക്വസ്റ്റ്യൻസ് വരും. അപ്പൊ ഒന്ന് കെയർ ചെയ്യുക. അത് കുറച്ച് ട്രിക്കി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അത് കംപ്ലീറ്റ്ലി ക്വസ്റ്റ്യൻ അണ്ടർസ്റ്റാൻഡ് ചെയ്ത് തന്നെ ആൻസർ ചെയ്യണം. അത് കണ്ട ഉടനെ തന്നെ ചിലർക്ക് ഒരു ടെൻഡൻസി ഉണ്ടായിരിക്കും. എന്താ വെച്ചാൽ ക്വസ്റ്റ്യൻ ബാങ്ക്സിലൊക്കെ നമ്മൾ പഠിക്കുന്ന സമയത്ത് നമുക്ക് ഓപ്ഷൻസ് തന്ന് ഓൾ ഓഫ് ദ എബവ് കാണുകയാണെങ്കിൽ അതായിരിക്കും ക്വസ്റ്റ്യൻ ബാങ്ക്സിലെ ആൻസേഴ്സ് കാണുക. അപ്പൊ നമുക്ക് ഇത് തന്നെ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിലെ ആക്ച്വൽ എക്സാമിനും ഫോളോ ചെയ്യാനുള്ള ഒരു ടെൻഡൻസി വരും. അത് ചെയ്യരുത്. ക്വസ്റ്റ്യൻ നല്ലപോലെ വായിച്ചു നോക്കി മനസ്സിലാക്കിയതിനു ശേഷം മാത്രം ആൻസർ ചെയ്യുക. ഈ അടുത്ത കാലത്തായിട്ട് ഓൾ ഓഫ് ദ എബവ്, നൺ ഓഫ് ദ എബവ് പിന്നെ ആൻസർ ആക്കി തരുന്ന ഒരു ടെൻഡൻസി PSC മാറ്റിയിട്ടുണ്ട്. അത് കുറച്ച് എക്സാംസ് നിങ്ങൾ ഒബ്സർവ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ ഇതിനകത്ത് പറയാനുള്ള ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം, ഈ ത്രൂ ഔട്ട് എക്സാം നിങ്ങളുടെ പ്രസൻസ് ഓഫ് മൈൻഡ് അത് വേണം. മിക്കവാറും സമയം നമ്മൾ നെഗറ്റീവ് ആയിട്ടുള്ള ആൻസേഴ്സ് നമ്മൾ എന്താ പറയാ ബബിൾ ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മൾ റോങ് ആൻസേഴ്സ് ചൂസ് ചെയ്യുന്നത് ആബ്സെൻസ് ഓഫ് മൈൻഡ് കാരണമായിരിക്കും. ഫോർ എക്സാമ്പിൾ, നമുക്കറിയാം കറക്റ്റ് ആൻസർ B ആണ് എന്നുള്ളത്, പക്ഷെ നമ്മൾ OMR ഷീറ്റിൽ ഫില്ല് ചെയ്യുന്ന സമയത്ത് D കൊണ്ടുപോയി ചിലപ്പോൾ എന്ത് ചെയ്യും, ബബിൾ ചെയ്യും. ചിലപ്പോൾ C ആയിരിക്കും ബബിൾ ചെയ്യുക. അപ്പൊ പ്രസൻസ് ഓഫ് മൈൻഡ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്. അപ്പൊ എത്ര സമയം നമ്മൾ എക്സാം ഹാളിൽ നമ്മൾ സ്പെൻഡ് ചെയ്യുന്നുണ്ടോ അത്രയും സമയം നമ്മൾ അവിടെ തന്നെ ഇരിക്കുക, നമ്മുടെ മൈൻഡ് ആക്റ്റീവ് ആക്കി വെച്ച് ആൻസർ ചെയ്യാം. അപ്പോ എല്ലാവർക്കും അറിയാം 7:15 എക്സാമിന് റിപ്പോർട്ട് ചെയ്യേണ്ടത്. 7:15 കഴിഞ്ഞ് 1 സെക്കൻഡ് കഴിഞ്ഞാൽ പോലും, 1 മിനിറ്റ് കഴിഞ്ഞാലോ ഒന്നും തന്നെ എന്താ പറയാ PSC എക്സാമിന് അകത്തേക്ക് കയറ്റി വിടൂല. അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടായി, കുറെ പിന്നെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളത് നിങ്ങൾ ന്യൂസിലും മറ്റും വായിച്ചു കാണും. സോ ഒരു 5 മിനിറ്റ്സ് ബിഫോർ എങ്കിലും എത്തുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ബാഗൊക്കെ ഒന്ന് കൊണ്ടുവച്ച് നമുക്ക് നമ്മുടെ സീറ്റും നമ്മുടെ ഹോൾ ഏതാണ്, സീറ്റ് ഏതാണെന്നൊക്കെ ഒന്ന് ചെന്ന് ഇരിക്കാനുള്ള ഒരു സമയം കിട്ടും. അപ്പൊ സമയം കൈപിടിച്ച് ഓടാതെ ഒരു 5-10 മിനിറ്റ് മുൻപ് എത്തുന്ന രീതിയിൽ ചെന്നാൽ നല്ലതായിരിക്കും. പിന്നെ 30 മിനിറ്റ്സ് വെരിഫിക്കേഷൻ ആണ്. 7:15 to 7:45 AM വരെ നിങ്ങൾക്ക് വെരിഫിക്കേഷൻ ആയിരിക്കും. 1.5 മണിക്കൂറാണ് നമ്മുടെ എക്സാമിന്റെ സമയം. ഇതൊക്കെ ഹോൾ ടിക്കറ്റിനകത്ത് കൃത്യമായി എഴുതിയിട്ടുണ്ട്. 100 മാർക്സ് ആണ്. OMR എക്സാം ആണ്, ഇംഗ്ലീഷ് ആണ് എക്സാമിന്റെ മീഡിയം. പിന്നെ നമുക്ക് പറഞ്ഞിട്ടുണ്ട്, നമുക്ക് അറിയുന്ന കാര്യമാണ് മാത്സ്, ഫിസിക്സ്, കെമിസ്ട്രി, ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ. ഇത് ഇത്രയാണ് നമ്മുടെ സിലബസിൽ പറഞ്ഞിട്ടുള്ളത്. മാത്സിനകത്ത് 40 മാർക്സ്, ഫിസിക്സും കെമിസ്ട്രിയും 15, പിന്നെ ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ വരുന്നത് 30 മാർക്സ്. അങ്ങനെയാണ് സിലബസ് തന്നിട്ടുള്ളത്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം,
എക്സാമിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, റോങ് ആൻസറിന് 1/3 മാർക്ക് നെഗറ്റീവ് ഉണ്ട്. നമുക്കറിയാം ഈ ഒരു എക്സാമില് ഈ ഒരു തസ്തികയ്ക്ക് 3 പോസ്റ്റുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഒരുപാട് പേര് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്, കോച്ചിങ്ങിന് പോയും പോവാതെയും ഒക്കെ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. മാത്സും ഫിസിക്സും കെമിസ്ട്രിയും നല്ല രീതിയിൽ അറിയാവുന്ന എഞ്ചിനീയറിങ് കഴിഞ്ഞ കുട്ടികൾ ഉണ്ടായിരിക്കും. എഞ്ചിനീയേഴ്സ് ആണ് നല്ല രീതിയിൽ. ഇപ്പോൾ ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ ഉള്ള കുട്ടികൾ, MBAക്കാർക്കും വേണമെങ്കിൽ ഈ എക്സാം എഴുതാം, ക്വാളിഫിക്കേഷൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇതിനകത്ത് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ എന്ന പേപ്പർ കൂടി അവർ ചേർത്തിട്ടുള്ളതിന്റെ ഉദ്ദേശം ബേസിക് ബിടെക്കിന് വേണ്ട എല്ലാ ബേസിക്സും പ്ലസ് ഒരു ബിസിനസ് മൈൻഡും കൂടിയുള്ള ഔട്ട്സ്റ്റാൻഡിങ് കാൻഡിഡേറ്റ്സിനെ എടുക്കുക എന്നുള്ളത് തന്നെയാണ് അവരുടെ ഉദ്ദേശം. അപ്പോൾ ഒരു ബിടെക് വിത്ത് MBA ഉള്ളവരെ കുറച്ചും കൂടി ഒരു എന്താ പറയാ, അവർക്ക് പെട്ടെന്ന് ഇതെല്ലാം അവർക്ക് പരിചയമുള്ള സബ്ജക്ട്സ് ആയതുകൊണ്ട് എല്ലാം ആൻസർ ചെയ്യാൻ പറ്റും. ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ മാത്രം കൈവശമുള്ള കുട്ടീനെ സംബന്ധിച്ചിടത്തോളം, അതായത് MBA ഉള്ള കുട്ടീനെ സംബന്ധിച്ചിടത്തോളം ഈ ഫിസിക്സ് കെമിസ്ട്രി എഞ്ചിനീയറിംഗ് മാത്സ് എന്ന് പറയുന്നത് കുറച്ച് അത് എത്തിക്കുക എന്നുള്ളത് കുറച്ച് ടഫ് ആയിരിക്കും. അതുപോലെ തന്നെ എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ വിച്ച് ഈസ് ഓഫ് 30 മാർക്സ്, അത് അറ്റൻഡ് ചെയ്യുക എന്ന് പറയുന്നത് ഇവരെ സംബന്ധിച്ചിടത്തോളം അത്ര ഈസി ആയിരിക്കില്ല. സോ നെഗറ്റീവ് അടിക്കാനുള്ള പോസിബിലിറ്റീസ് ആണ് ഞാൻ പറയുന്നത്. അപ്പം ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ ആണ്, അതുകൊണ്ട് ഇതായിരിക്കാം അസ്യൂം ചെയ്ത് അണ്ടർസ്റ്റാൻഡ് ചെയ്ത് ക്വസ്റ്റ്യൻ വായിച്ച് ഇതായിരിക്കാം ആൻസർ എന്ന രീതിയിൽ നമ്മൾ ആൻസർ ചെയ്യാൻ നിന്ന് കഴിഞ്ഞിട്ട് വെച്ചാൽ നെഗറ്റീവ് അടിക്കാനുള്ള ചാൻസ് ആണ് കൂടുതൽ. ഇതില് മാർക്ക് നിങ്ങളുടെ പോവാൻ പോകുന്നത് നെഗറ്റീവ് അടിക്കുന്നത് കൊണ്ട് മാത്രമായിരിക്കും. സോ ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, നെഗറ്റീവ് അടിക്കാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക, മാക്സിമം നെഗറ്റീവ്സ് ഒഴിവാക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി ഒരൊറ്റ ദിവസം കൂടിയേ ബാക്കിയുള്ളൂ, നല്ല രീതിയിൽ റിവിഷൻ ചെയ്യുക. റിവിഷൻ ആണ് ചെയ്യേണ്ടത്. ഒറ്റ ദിവസം കൊണ്ട് നല്ല രീതിക്ക് റിവിഷൻ ചെയ്യുക. ഇതുവരെ നല്ല രീതിയിൽ കോച്ചിങ്ങിന് പോയവരാണെങ്കിലും പഠിച്ചവരാണെങ്കിലും ഒക്കെ അവർക്ക് വരുന്ന ഒരു അവരുടെ ഭാഗത്ത് വരാൻ പോകുന്ന ഒരു വീഴ്ച എന്ന് പറയുന്നത് പഠിച്ച കാര്യങ്ങൾ റിവിഷൻ ചെയ്യാതിരിക്കുക, അതിനുള്ള ഷോർട്ട് നോട്ട്സ് കയ്യിൽ ഇല്ലാതിരിക്കുക. അങ്ങനെയൊക്കെ വരുമ്പോഴാണ് എന്താ പറയാ, പഠിച്ച കാര്യങ്ങൾ മറന്നു പോകും അവര്. അവിടെയാണ് റിവിഷൻ ചെയ്യുന്നവരുടെ വിജയം. അപ്പൊ ആ ഒരു ദിവസം നല്ല രീതിയിൽ സ്പെൻഡ് ചെയ്യുക, നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുക, നല്ല രീതിയിൽ തന്നെ എക്സാം എഴുതുക. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടട്ടെ. ഇത് പിന്നെ വേസ്റ്റ് ഓഫ് ടൈം ആവില്ല ഈ ഒരു പഠനം എന്ന് തന്നെയാണ് ഞാൻ ഇപ്പോഴും വിചാരിക്കുന്നതും വിശ്വസിക്കുന്നതും. കാരണം ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസറുടെ സിലബസിൽ കുറച്ചെങ്കിലും ഇതിനകത്തുള്ള കണ്ടന്റ്സ് വരും എന്ന നല്ല പ്രതീക്ഷയുണ്ട് നമുക്ക്. അപ്പോ എല്ലാവർക്കും നല്ല രീതിയിൽ എക്സാം അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിക്കട്ടെ. അപ്പോൾ ഓൾ ദ വെരി ബെസ്റ്റ്. ഞാൻ എന്തെങ്കിലും മെൻഷൻ ചെയ്യാനായിട്ടുള്ളതായിട്ട് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക. അപ്പോൾ എക്സാം കഴിഞ്ഞ് നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് കാണാം. ബൈ ഫോർ നൗ.